നിനക്ക് കിട്ടിയതൊന്നും പോരെ? പോരാ. ഒരു 25,000 കൂടി തരുവാ എന്റെ പേട്ടാ, പ്ലീസ്. 25,000? പറഞ്ഞുറപ്പിച്ച 50,000 ഞാൻ എണ്ണി തന്നതല്ലേ? തന്നതാണ്. പിന്നെ എന്തിനാടാ ഇനിയും കാശ്? അമ്മേ, നാട്ടുകാരുടെ മുന്നിൽ നിനക്ക് പട്ടി ഷോ കാണിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു ഫേക്ക് ഇടിന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാണടാ, കാണ്. ഇതെന്ത് പറ്റി? എഞ്ചി പറ്റിയെന്നാ. ഇത് കവലയ്യ സോങ്ങിന് ഡാൻസ് കളിക്കാൻ വേണ്ടി കെട്ടിവെച്ചതല്ല. പിന്നെ നിങ്ങളുടെ ചവിട്ടിന്റെ ടൈമിംഗ് തെറ്റിയോണ്ട് പറ്റിയതാ. ഡെയിലി ഉഴിച്ചിലിന് 1,500 രൂപ വേണം. ഇത് ചക്കരയുടെ ടൈമിംഗ് തെറ്റിയത്. ഇത് സിന്റപ്പന്റെ ടൈമിംഗ് തെറ്റിയത്. ഓ, ഭാഗ്യത്തിന് എന്റെ ടൈമിംഗ് മാത്രം തെറ്റിയില്ല. നീ കാരണമാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായത്. എങ്ങനെ? പാവന്റെ അനിയൻ കല്യാണം മുടങ്ങി ഹോസ്പിറ്റലിലാ. അവന്റെ കവച കൊണ്ടുള്ള അടിച്ച് നശിപ്പിച്ചോളാം. മാറി നീ. എന്താ പോകാ? വീട്ടിലമ്മച്ചി തനിച്ചാണ്. ടീം എന്താണ് കരിവാരി തേച്ച് ഈ കൊലത്തില്? നമ്മ പ്രശാന്തിന്റെ സലാറിറ്റൂല് ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ പോയതാണ്. പക്ഷെ പോയിട്ട് അപ്പൊ തന്നെ പറഞ്ഞു വിട്ടാ? അതെന്തിനാ? പിന്നെ ഡയറക്ടർ കയറി ടീം എന്ന് വിളിച്ച അയാൾ പറഞ്ഞു വിടൂലേ? മതി മതി, വെറുതെ സംസാരിച്ച് നിൽക്കാതെ പറഞ്ഞുറപ്പിച്ച പൈസ തരാൻ നോക്ക്. തന്നില്ലെങ്കിലോ? അത് തന്നെ, കൊടുക്കണ്ട എന്റെ പേട്ട. മിസ്റ്റർ ആൻഡപ്പൻ, നിങ്ങൾ ഉണ്ടാക്കിയ സകല ഇടിയും ഉഡായിപ്പാണെന്ന് ഞാൻ നാട്ടുകാരുടെ മുഴുവൻ വിളിച്ചു പറയും. അപ്പോഴോ ഹൈ ക്യാഷ്. കൊടുത്തോ. താങ്ക് യു ആൻഡപ്പേട്ട. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. പിന്നെ ടൈമിംഗ് തെറ്റുന്നത് ഒരു വിഷയമേ അല്ല. ഓക്കെ ആൻഡപ്പേട്ട. ടീമേ, നിനക്കിട്ട് വെച്ചിട്ടുണ്ടാ. പ്രശാന്ത് ഇത് പോണേ പോട്ടെ, നമുക്ക് ഓമർ ലുലു ഉണ്ട്. നശിച്ചു പോട്ടെ. മമ്മിയാകെ ടെററാണല്ലോ. അത് മമ്മിയുടെ കസിൻ ഷെർലാൻഡിയും ഫാമിലിയും കൂടി ഇന്നലെ നമ്മുടെ റിസോർട്ടിൽ വന്ന് താമസിച്ചില്ലേ? വിത്ത് 40% ഡിസ്കൗണ്ട്. അവരെ മുട്ടടിച്ചോന്ന് പറഞ്ഞ് മമ്മീനെ ഫാമിലി ഗ്രൂപ്പിലിട്ട് ആന്റി റോസ്റ്റ് ചെയ്ത്. അലോഷേ, നമ്മുടെ റിസോർട്ടിൽ മൂട്ടുണ്ടോടാ? മൂട്ടേ? നമ്മുടെ റിസോർട്ടിലാ? ഇത് എന്തുവായി പറയുന്നത്? അവിടെ മൂട്ടയെങ്ങൂല്ല. അതുപോലെ എലിയും കടിച്ചായിരിക്കും, അല്ലെങ്കിൽ പഴുതാരാവാനേ വഴിയുള്ളൂ. മൂട്ടയില്ല. അത് മാത്രല്ല, കുളിക്കാൻ വേണ്ടി പൈപ്പ് തുറന്നപ്പോ എന്താ വന്നേന്നറിയോ? ചെളിവെള്ളം. അയ്യോ, പച്ചക്കള്ളം. അവിടുത്തെ മോട്ടർ കത്തിപ്പോയിട്ട് മാസങ്ങളായി. ആ ടാങ്കിനകത്തെ ആഴ്ചകളായിട്ട് ഒരു പൂച്ച പറ്റി പെരുകി കിടക്കുക. ഇനി പൂച്ച എങ്ങാനും മൂത്രം ഒഴിച്ച് ടാങ്ക് നിറച്ചാണോ? അങ്ങനെ നിറയോടാ? ഇത് മനഃപൂർവ്വം മേരി ചേച്ചിനെ ടാർഗറ്റ് ചെയ്തേക്കണം അല്ലേ? ചേച്ചിനോടുള്ള അസൂയാണ്. മേരി, റിസോർട്ടിന്റെ ശോചനീയ അവസ്ഥയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ അവരങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അങ്ങനെയെങ്കിലും രണ്ടാള് കേറട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇത്ര അതപ്പതിച്ച് കിടക്കുവന്ന് ഞാൻ അറിഞ്ഞോ? മേരി, എന്താ ഇതിലും ശോകമാണ് അവസ്ഥ. എന്താ, നമുക്ക് ഈ റിസോർട്ട് ഒന്ന് റെനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കണ്ടേ എന്റെ മേരിക്ക് വേണ്ടി? ചാട്ട എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതെ, സ്വർണ്ണായിട്ട് ആകെ കയ്യിലുള്ളത് ഈ 2 വളയാ. ഇതും കൂടി കൊണ്ട് പണയം വെച്ചാ പിന്നെ എന്തിട്ട് ഞാൻ പുറത്തിറങ്ങി നടക്കാനാ? നിങ്ങൾ പറ. ഇതിലും കിടലൻ ഡിസൈനുള്ള ഈ വളയിട്ട് നടക്കാം. ഗോൾഡാ? ഗോൾഡാണ്, റോൾഡ് ഗോൾഡ്. അപ്പൊ ഇത് വേണ്ടേ? എനിക്കൊക്കെ വേണ്ട. അത് നിങ്ങളുടെ മറ്റോക്ക് കൊണ്ട് കൊടുക്കുക. ഓക്കെ ഓക്കേന്നാ? എന്തോക്കെ? ആർക്കാ നിങ്ങക്ക് വള കൊടുക്കണ്ടേ? ആർക്കാ കൊടുക്കണ്ടേന്ന് ഒന്ന് പറഞ്ഞേ. അത് ഞാനൊരു ഫോണിലങ്ങ് പറഞ്ഞു പോയതാ മേരി. എനിക്കങ്ങനെ മറ്റോളൊന്നും ഇല്ല. അതിങ്ങ് തന്നെ. നിങ്ങളെ എനിക്ക് തീരെ വിശ്വാസമില്ല. പഠിക്കാൻ മണ്ടനായിരുന്ന നിങ്ങളെ പണ്ടൊന്ന് വിശ്വസിച്ചു പോയതിന്റെ ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഇനി നിങ്ങളുടെ ഒരു അവിഹിതം കൊണ്ട് താങ്ങാനുള്ള കരുത്തൊന്നും തൽക്കാലം എനിക്കിപ്പോ ഇല്ല. അവിഹിതോ? എന്റെ പൊന്ന് മേരി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ ജന്മത്തിൽ ഇതുവരെ മേരി അല്ലാതെ വേറൊരു പെൺകുട്ടിയെ പോലും ഞാൻ നോക്കിയിട്ടില്ല. സത്യം സത്യം.